ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരു സൺഡേ ഡേ ഔട്ടാണ്. അതായത് ഇന്ന് ചർച്ചിലൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ശിവാജി നഗർ, അതുപോലെ തന്നെ MG റോഡ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരിക. അതാണ് ഇന്നത്തെ പ്ലാന്. കുറേ നാളായി നമ്മൾ പുറത്തൊക്കെ പോയിട്ട്. അപ്പം ഞാനും ജാക്കോനും കൂടെ ഇന്ന് പുറത്ത് പള്ളിയിൽ പോയി അവിടെ കുർബാന ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ച് വരാനായിട്ടാണ് പ്ലാൻ. അപ്പം നമ്മൾ ഏകദേശം ഒരു 10-12 മണിയായപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങി. ഒത്തിരി ദൂരമാണിത്. അപ്പം അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാരി ഉടുത്ത മാതാവാണ് അവിടെ ഉള്ളത്. ഈ മാതാവ് ആരോഗ്യനാഥ എന്നാണ് അറിയപ്പെടുന്നത്. സെൻറ്റ് മേരീസ് ചർച്ച് ശിവാജി നഗറാണ്. അപ്പം ഈ മാതാവിന് എല്ലാവരും നേർച്ചയായിട്ട് കൊടുക്കുന്നത് സാരിയാണ്, പട്ടുസാരികളാണ്. നല്ല കാഞ്ചീപുരം പട്ടുസാരികളാണ് സാധാരണ മാതാവിന് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ അതോടൊപ്പം ഉണ്ണീശോയ്ക്കും കൊടുക്കും നല്ലൊരു ഉടുപ്പ്. അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചതിന് ശേഷം അത് നിറവേറി കഴിയുമ്പോഴാണ് നമ്മൾ സാരി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മാതാവ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് മാതാവിനോടൊപ്പം നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തതാണ്. അവിടെ ഒരുപാട് പേര് എപ്പോഴും പ്രാർത്ഥനയ്ക്കുമൊക്കെ വരും. അത് ഇട ദിവസമൊന്നുമില്ല, സൺഡേ ഏത് ദിവസമായാലും എപ്പോൾ ചെന്നാലും ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കവിടെ. അപ്പം ആരോഗ്യനാഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടെങ്കിൽ അത് സൗഖ്യം തരുന്ന മാതാവാണ് ഈ മാതാവ്. അപ്പോൾ ഈ മാതാവിൻ്റെ അടുത്ത് സാധാരണ നമ്മൾ ഇടയ്ക്കൊക്കെ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. അത് കഴിഞ്ഞ് മാതാവിൻ്റെ പ്രാർത്ഥനയും നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പള്ളിയിൽ ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാര്യേജ് കുർബാന ആയിരുന്നുകൊണ്ട് ഞാൻ അധികം നേരം ഇരുന്നില്ല. തമിഴിലുള്ളൊരു കുർബാനയാണ്. എല്ലാ ഭാഷയിലും ഇവിടെ കുർബാനയുണ്ട്, ഇൻക്ലൂഡിങ് മലയാളം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഫോട്ടോയൊക്കെ എടുത്തു. അതിന് ശേഷം ജാക്കുൻ അവിടെ ഇരുന്നു. ഞാൻ ജസ്റ്റ് ശിവാജി നഗറിലൊക്കെ എനിക്കൊന്ന് പോകണമായിരുന്നു. അതായത് ശിവാജി നഗർ ഇൻസൈഡ് ഷോപ്പിങ്ങിന്, വിൻഡോ ഷോപ്പിംഗ് പോലെ ഒക്കെ നമുക്ക് അവിടെ പോകാനായിട്ട് സാധിക്കും. അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഞാൻ അവനോട് ഇരുന്നിട്ട്, ഞാനാണ് സാധാരണ എപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് അതുവഴി വട്ടം കറങ്ങിയൊക്കെ ഇങ്ങ് വരും. അതായത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ എനിക്ക് പാസ്തയാണ് വാങ്ങിയത്. ഏതോ ഒരു വലിയ റെസ്റ്റോറൻ്റാണ്. അപ്പം അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാനത് പാസ്ത കഴിക്കുകയാണ്. പാസ്ത വിത്ത് ബ്രെഡാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ചീസിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. ഭയങ്കര ഹെവിയാണത് കഴിച്ചപ്പോൾ. അപ്പോൾ നമുക്കതൊന്നും പാഴ്സലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതവിടെ നിന്ന് തന്നെ കഴിക്കണം. അതിന് ശേഷം നമ്മൾ ചർച്ച് സ്ട്രീറ്റിലേക്ക് പോയി. ചർച്ച് സ്ട്രീറ്റിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരവിടെ വരും. സൺഡേ പ്രത്യേകിച്ച് ആയതുകൊണ്ട് എല്ലാവരും അവിടെ കാണാനായിട്ടും ഷോപ്പിങ്ങിനും ഫുഡ് കോർട്ടിലും ഒക്കെ വരും. പിന്നെ ഇങ്ങനെ വിൻഡോ ഷോപ്പിങ്ങും ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കുറച്ച് കാണിക്കും. ഇതിപ്പം നമ്മുടെ പാരഗണിൻ്റെ താഴെയുള്ള ഒരു ഏരിയയാണ്. അവിടെ ഏതോ ഒരു വെഹിക്കിളൊക്കെ ഇട്ട്, അപ്പോൾ എല്ലാവരും അതിന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. ഞാനും ഇത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അതാണിത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് പാരഗൺ ബാംഗ്ലൂരിലുള്ളത്. ചർച്ച് സ്ട്രീറ്റിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഹോട്ടൽ എംപയർ ഉണ്ട്. സാധാരണ നമ്മൾ എംപയറിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം വേറെ റെസ്റ്റോറൻറ്റ് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നമുക്ക് ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ചെറിയ ചെറിയ മാൾസൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ എന്താ പറയുന്നത്, എക്സിബിഷൻസ് പോലെയൊക്കെയുള്ള ഏരിയാസുണ്ട്. അപ്പം ഞാനവിടെ അതിലെ കൂടെയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. സെൽഫിയാണ് എടുക്കുന്നത്, വേറെ ആരും എടുത്തു തരാൻ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ജാക്കുൻ എൻ്റെ രീതിയിൽ അവൻ അതിലേക്കൂടെയൊക്കെ പോയി. ഞാൻ കുറേ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫുൾ സൈസിലുള്ള പിക്ചേഴ്സൊന്നും അവൈലബിൾ അല്ല. എന്നിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ അകത്ത് കാണാനുണ്ട്. അതിൻ്റെ ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് ഒരു ഫുഡ് കോർട്ട് പോലെ ഉണ്ട്. പല കമ്പനികളുടെ ഫുഡ് കോർട്സുകളുണ്ട് അവിടെ. അപ്പോൾ അതിനകത്ത് നമുക്ക് പാസ്ത കിട്ടും, പിസ്സ കിട്ടും, ദോശ കിട്ടും, സബ്വേ, അങ്ങനെയൊക്കെ ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെ അതല്ലാതെ ഇതുപോലെയുള്ള എക്സിബിഷൻ സെയിൽസ് അവിടെ നടക്കുന്നുണ്ട്. ഇന്നാളെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ അതുപോലെയുള്ള കുറേ എക്സിബിഷൻസ് ഉണ്ട്. എല്ലാത്തിനും കുറച്ച് വിലയൊക്കെ അധികമാണ്.
ഇങ്ങനെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട്, പിന്നെ സാരീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നാൾ ഞാൻ അവിടെ നിന്നൊരു എന്താ പറയുന്ന ഒരു സ്വെറ്റർ പോലെയുള്ള ഒരു ബനിയൻ വാങ്ങി. നല്ലതായിരുന്നു, പക്ഷേ അതിനധികം പ്രൈസൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ചില റെയർ ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഞാനും ജസ്റ്റ് ഇങ്ങനെയൊക്കെ നോക്കി അങ്ങനെ മേളിലോട്ടൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരികയായിരുന്നു. അപ്പം അതിൽ വിൽക്കുന്ന കുറേ സാധനങ്ങളുടെ ഐറ്റംസാണ് ഇത്. ഷോള്, ചുരിദാർ, കുർത്തീസ്, ടോപ്സ്, സാരീസ് അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ബാംഗിൾസ്, ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സാണ് മോസ്റ്റ്ലി അവിടെ ഉള്ളത്. അപ്പോൾ പല ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കിട്ടും. പേൾസിൻ്റേതും അല്ലെങ്കിൽ സ്റ്റോൺസിൻ്റെ അങ്ങനെയൊക്കെയുള്ള എല്ലാം നമുക്ക് ഒരുപാട് അവിടെ കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോലെയുണ്ട്. നമുക്ക് പല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് അതിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഉണ്ട് അവിടെ വന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഏരിയ മേൽഭാഗത്തായിട്ട് അവിടെ നിന്ന് ഞാൻ ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ കുറേയധികം സെൽഫിയൊക്കെ ആയി. ഇനിയിപ്പം ഞാൻ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആ ഷോപ്സിൻ്റെ ഒക്കെ അടുത്ത് നിന്നെടുക്കുന്നതാണ്. ഉണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് മേടിക്കുക, പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, അവിടെ വന്നിരുന്ന് കഴിക്കുകയാണ്. ഇനി മേളിലോട്ട് സ്റ്റെപ്പ് കയറി പോയാലും ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു കോർണറാണ്, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു കോർണറാണ്. അപ്പം ഞാൻ ആരുടെയെങ്കിലും എൻ്റെ ഫോണൊക്കെ കൊടുത്ത് ഫോട്ടോസ് എടുപ്പിക്കുകയാണ്. അതാണ് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ ഭയങ്കര നല്ലൊരു ഏരിയയാണ്. നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് വീണ്ടും റെസ്റ്റോറൻറ്റ് അകത്തോട്ട് കയറിയുണ്ട് മുകളിലത്തെ അടുത്ത ഫ്ലോറിലേക്ക് പോകുമ്പോഴത്തേക്കും. പിന്നെ അതിൻ്റെ മുകളിൽ എസ്കലേറ്റർ വെച്ച് പിന്നെയും അതിൻ്റെ മുകളിലത്തെ നിലയിലോട്ടൊക്കെ നമുക്ക് പോകാവുന്നതാണ്. പക്ഷെ ഞാനിവിടം വരെ കയറിയുള്ളൂ. ഞാൻ ജാക്കുവിനോട് എവിടെയോ കറങ്ങി നടക്കുകയാണ്. ഞാനിവിടെ ജസ്റ്റ് ഇതിനകത്ത് കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് പെൺകുട്ടികളും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, അതൊക്കെ കണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സീൻ. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് പുറത്തേക്ക് വന്ന്. അപ്പോഴത്തേക്കും പുറത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂരിലത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു 10-15 മിനിറ്റ് മഴ പെയ്ത് അതങ്ങ് നിൽക്കും. പിന്നെ നമുക്ക് വലിയ ശല്യമൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും ആ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് കയറി നിന്നാൽ മതി. കേരളത്തെ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴയൊന്നും പെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി വീണ്ടും ഞാൻ അതിലേക്ക് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്, ആ ഏരിയയുടെയൊക്കെ. ഇതാണ് പിന്നെ നമ്മൾ തിരിച്ച് ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് നേരെ MG റോഡിലേക്ക് വരുന്ന വഴിയിൽ കാണുന്ന ഓരോ ഷോപ്സാണ് ഇതൊക്കെ. മിലാനോ, പിന്നെ കുറേ അധികം ഉണ്ട്. അമീബ, അതായത് കുട്ടികൾക്കൊക്കെ ഗെയിംസൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇടയിലൊക്കെ നമുക്ക് കാണാം ചെറിയ ഷോപ്പിംഗ്, ചെറിയ ടേബിളിലൊക്കെ വെച്ച് ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ്. ഇതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഓരോരോ ഷോപ്സുകളും കോംപ്ലക്സുകളൊക്കെ, ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒക്കെയാണിത്. ഇത് നമ്മുടെ എംപയറിൻ്റെ താഴത്തെ നിലയിലുള്ള ഇതാണ്. അവിടെ നമുക്ക് ഗ്രില്ല് ചിക്കനും ബാർബിക്യൂസും അങ്ങനെയൊക്കെ ഒത്തിരി കിട്ടും. അവിടെയും കുറേ പേരുണ്ട്, കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് ഓരോ ഏരിയയിൽ വന്ന് ഇരുന്ന് ഫോട്ടോസ്. ഞാൻ ആ ഏരിയയിൽ നിന്ന് ഫോട്ടോ എടുത്താണ്. നമുക്ക് സിംഗിൾ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര പാടാണ്, കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അപ്പം എങ്ങനെ പോയാലും എത്ര നോക്കിയെടുത്താലും അവരുടെയൊക്കെ ഇത് നമ്മുടെ ഇതിനകത്ത് വരും. അങ്ങനെയാണ്. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ചർച്ച് സ്ട്രീറ്റിലൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. കുറേ അധികം യങ്സ്റ്റേഴ്സാണ് അവിടെ എപ്പോഴും ഇങ്ങനെ റോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നേരെ തിരിച്ച് ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് നേരെ MG റോഡിലേക്ക് പോവുകയാണ്. MG റോഡിലെ ബ്രിഗേഡിയർ റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ വ്യൂസുമാണ് ഈ കാണുന്നത്. ഞാനതിൻ്റെ അവിടെ നിന്നെല്ലാം ഓരോ ഫോട്ടോസ് എടുക്കുകയാണ്. പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് പ്രത്യേകം ഷോപ്സിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടുത്തെ ഓരോരോ ബിൽഡിങ്ങാണ്, ഷോപ്സാണ്. അതൊക്കെ നമ്മൾ ഓൺ ദ വേയിൽ കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴിയെ കാണാൻ കൂടുതൽ ആ വേയിൽ കാണുന്ന
റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാർസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവർക്ക് സൺഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളുണ്ട്. ഇതാണ് അമീബ, കൊച്ചുകുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള. ഇതിൻ്റെ സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നല്ലൊരു വലിയൊരു മോള് പോലെയാണത്. പണ്ടെപ്പോഴും ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഗെയിംസിലൊക്കെ കുട്ടികൾക്ക് പങ്കെടുക്കണമെങ്കിൽ കോയിൻസൊക്കെ ഇട്ട് അതിന് പ്രത്യേകം കാർഡൊക്കെ വാങ്ങണം. ആ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഗെയിമിൽ കയറാനായിട്ട് പറ്റുന്നത്. കുറേ നേരം കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നൊരു വഴിയാണ്. ഞാനിപ്പോൾ അവിടെയൊക്കെ നിന്ന് പിക്ചേഴ്സ് എടുത്താണ്. അതും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് അമീബയുടെയൊക്കെ താഴെ. പിന്നെ ഒത്തിരി ബാറൊക്കെ ഉണ്ട് എൻ്റെ മുകളിലായിട്ട്. അവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. എൻ്റെ റെസ്റ്റോ ബാറുണ്ട്. പിന്നെ അതിന് പിന്നെ ചെറിയ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെയാണ്. എല്ലാവരും അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. സൺഡേ ഫുൾ ടൈം നിറച്ച ആൾക്കാരുണ്ട്. പിന്നെ ഇത് കണ്ട ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് അവിടെ കെട്ടിയിടുന്നതാണ് വീട്ടിനുള്ളിൽ. അതാണ് സാധനം. അതിനേതാണ്ട് 400 റുപ്പീസാണ്. 200ഉം 400ഉം ഒക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഷോളുകളുണ്ട്. അത് സിൽക്കിൻ്റെ ഷോളുണ്ട്, അല്ലാത്തതുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബാഗ്സ്, അതൊക്കെ നെയ്ത ബാഗ്സുകളാണ്. ക്രോഷ്യ വെച്ച് നെയ്ത ബാഗാണ്. ഇത് കണ്ട പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞും ഒക്കെ ഇങ്ങനെ ബാഗിനകത്തിരിക്കുന്ന പോലത്തെയുള്ള ചെറിയ ചെറിയ ഷോ പീസുകളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ടീനേജ് പെൺകുട്ടികളെല്ലാം ഇതെല്ലാം നോക്കി നടക്കുകയാണ്. ഇതൊക്കെ ആൺകുട്ടികൾക്കുള്ള ഐറ്റംസാണ്. എന്തൊക്കെയോ സാധനങ്ങൾ, എല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇതിങ്ങനെ കീ ചെയിനും ബൈക്കുകളും അങ്ങനെയുള്ള ചെറിയ മിനിയേച്ചർ ഫോംസൊക്കെ ഉണ്ട്. പിന്നെ ബുക്സ് വിൽക്കുന്നവരുണ്ട് അവിടെ. ഒരുപാട് നല്ല സ്റ്റോറി ബുക്സും നോവൽസും ഒക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ മറ്റ് റെസ്റ്റോറൻറ്റും ഷോപ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഓൺ ദ വേയിൽ നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്കുള്ള ഇതാണ്. പിന്നെ ഞാൻ അതിൻ്റെ മെട്രോയുടെ അടുത്തുള്ള എസ്കലേറ്ററിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. നമ്മൾ MG റോഡ് മെട്രോയിൽ വന്നിട്ട് മെട്രോയിൽ നിന്ന് തിരിച്ച് നമ്മൾ പോകുന്ന വീട്ടിലേക്ക് പോവുകയാണ്. മെട്രോ വഴിയാണ് തിരിച്ച് പോകുന്നത്. അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ മെട്രോയിൽ കയറാൻ പോകുന്ന ഒരു എസ്കലേറ്ററാണിത്, MG റോഡ് മെട്രോ. പിന്നെ ഇത് അതിൻ്റെ അപ്പുറത്തൊക്കെയുള്ള ഷോപ്സാണ്. ഇത് ആ മെട്രോയുടെ താഴെയുള്ള സ്ക്വയറാണ്. അപ്പോൾ അവിടെയും കുറേ റെസ്റ്റോറൻറ്റും ടീ ഷോപ്സുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് മെട്രോയ്ക്കുള്ളിലേക്ക് ഞാൻ കടന്നു. ഇനി അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇപ്പോൾ ഇത് മെട്രോയ്ക്കകത്തുള്ളതാണ്. ഇതൊക്കെ ഓരോ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ടൈപ്പ് ഓഫ് ബാഗ്സൊക്കെയാണ്. ചെറിയ ചെറിയ മിനിയേച്ചർ സാധനങ്ങളുണ്ട്. ഇൻക്ലൂഡിങ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വരെയുള്ള മിനിയേച്ചർ എന്താ പറയുന്നത്, ഓരോ ഐറ്റംസ് ഉണ്ട്. ഓരോ ഡോൾസ് പോലെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാം പല തരത്തിലുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും ചെറിയ മിനിയേച്ചർ ഫോംസുള്ള ഡോൾസൊക്കെയാണുള്ളത്. ഇതാണ് നമ്മുടെ മെട്രോയുടെ എൻട്രൻസ്, മെട്രോ റെയിലിൻ്റെ ആ ഭാഗത്തേക്കുള്ളത്. ഇവിടുന്ന് മെട്രോയിൽ നിന്ന് MG റോഡ് മെട്രോയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ മജസ്റ്റിക്കിലേക്കാണ് പോകുന്നത്. പിന്നെ മജസ്റ്റിക്കിൽ നിന്ന് പിന്നെ നമ്മൾ RVയുടെ അവിടെ നിന്നാണ് പിന്നെ ഇലക്ട്രോണിസിറ്റി ആ ഏരിയയിലേക്ക് പോകാനുള്ള മെട്രോ റെയിൽസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 ട്രെയിൻ മാറണം, എന്നാലേ നമ്മൾ ഇതുവരെ വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ്, പല ഭാഗങ്ങൾ ഉള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ പേരറിയാമല്ലോ, മാർഗ്രറ്റ്സ് ഫ്രാൻസിസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.